നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ആത്മരക്ഷയ്ക്ക് തടസ്സമായ അനീതി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയും. കർത്താവായ യേശുക്രിസ്തു സുവിശേഷം കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാനിടയുള്ള ഒരു അപജയത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞ് അവർ രക്ഷയുടെ കവാടത്തിങ്കൽ മുട്ടുമ്പോൾ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നകത്തുനിന്ന് കർത്താവ് പറയുമ്പോൾ അവരുടെ ന്യായമാണ്, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചു, നീ പഠിപ്പിച്ച തെരുക്കളിലെ ആളുകളാണ്, ഞങ്ങളും നീ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ചവരാണ്, ഞങ്ങളെ അതോർക്കുന്നില്ലേ? യേശു പറയുന്നത്, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. ഇവര് എന്തുകൊണ്ടാണ് യേശു വിളിച്ച സമയത്ത് യേശുവിൻ്റെ അടുക്ക് വരാതിരുന്നത്? അല്ലെങ്കിൽ സുവിശേഷം കേട്ട സമയത്ത് എന്തുകൊണ്ടാണ് അനുകൂലമായി പ്രതികരിച്ച് അവര് യേശുവിൻ്റെ ശിഷ്യരാകാതിരുന്നത്? അവർ അനീതിയെ സ്നേഹിച്ചു. അതാണ് കാരണം. അനീതിയെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവര് മദ്യപാനികളായിരുന്നെന്നോ അല്ലെങ്കിൽ അവര് വ്യഭിചാരികളോ കൊലപാതകരോ മോഷ്ടാക്കളോ ആയിരുന്നെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ അനീതി ഏതാണ്? അതായത് ദൈവം നീതിപൂർവ്വം ഒരു കാര്യം ചെയ്തു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരം ശിക്ഷിച്ചു. അത് ദൈവം തൻ്റെ സ്നേഹത്തിലും നീതിയിലും ചെയ്ത കാര്യമാണ്. അതായത് തൻ്റെ നീതിക്ക് ഭംഗം വരുത്താതെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ യേശുവിൻ്റെ മേൽ ചുമത്തി. പക്ഷേ ആ ദൈവത്തിൻ്റെ നീതിപൂർവം ദൈവം ചെയ്ത കാര്യത്തെ അംഗീകരിക്കാതെ അവര് തങ്ങളുടെ ജനിച്ചു വളർന്ന ആ സാഹചര്യത്തിൽ അത് തുടർന്നു. കാരണം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ തയ്യാറായാൽ ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും സാമ്പത്തിക നഷ്ടവും പരിഹാസവും ഒക്കെ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് തങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ നീതി നിർവഹിച്ച യേശുവിനേക്കാൾ അവര് മതനേതാക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെയാണ് അവർ സ്നേഹിച്ചത്. അതല്ലേ ഏറ്റവും വലിയ അനീതി. യോഹന്നാൻ സുവിശേഷം 3:17 വായിക്കുന്ന ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ മനുഷ്യർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. മനുഷ്യനെ, പാപിയെ, അവൻ്റെ പാപത്തെ മുഴുവൻ ക്ഷമിച്ച് അവനെ നീതീകരിച്ച് അവനെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശിയാക്കി മാറ്റാം എന്നുള്ളതാണ് സുവിശേഷം. അതിനുവേണ്ടിയാണ് യേശു കാൽവറിയിൽ ശിക്ഷയേറ്റത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ശിക്ഷ ഞാൻ ഏറ്റു, നിങ്ങളുടെ പാപത്തെ, അതിൻ്റെ ശിക്ഷയെ ഞാൻ ഏറ്റെടുത്തു, ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളെ നീതീകരിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്കിത് അനുഭവമാകും. നിങ്ങളുടെ ഉള്ളിലെ പാപം മാറും. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു ഘടനാ വിശേഷത്തിലേക്ക് നിങ്ങൾ വരും. അതായത് യേശുവിന് ജനനത്തിങ്കൽ ദൂതൻ പറഞ്ഞത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടെന്നാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു മദ്യപാനി ആ നിമിഷത്തിൽ അവൻ്റെ മദ്യപാന സ്വഭാവം വിട്ടുമാറുകയാണ്, മദ്യത്തോട് വെറുപ്പുണ്ടാകുകയാണ്.
മയക്കുമരുന്നോ അല്ലെങ്കിൽ പുകവലിയോ ശീലിച്ചിട്ടുള്ള ഒരാൾ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വരികയാണ്. അതോടെ യേശുവിൻ്റെ സ്വഭാവം അവനുണ്ടാകുകയാണ്. പുകവലിയോട് അല്ലെങ്കിൽ മയക്കുമരുന്നിനോട് അവന് ഉള്ള ആസക്തി നഷ്ടപ്പെട്ട് അവന് വേറൊരു ലഹരിയിലേക്ക്, ആത്മീക ലഹരിയിലേക്ക് അവൻ വരികയാണ്. അതുപോലെ പ്രതികാര ചിന്തയും അസൂയയും നിഗളവും കോപവും ദ്രവ്യാഗ്രഹവും മോഷണ സ്വഭാവവും ഒക്കെയുള്ള ആളുകൾക്ക് അവരുടെ ആ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. അവർ പുതിയ സൃഷ്ടികളായിട്ട് മാറുകയാണ്. അങ്ങനെ വാക്യമുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകും. നിക്കോദിമോസ് എന്ന വൃദ്ധനോട്, ഭക്തനോട് യേശു പറഞ്ഞ് പുതുതായി ജനിക്കണം. നമ്മൾ പാപികളായിരിക്കുന്നത് നാം അങ്ങനെ ജനിച്ചതുകൊണ്ടാണ്. അതായത് ജന്മസിദ്ധമാണ് പാപം. സാഹചര്യം അനുസരിച്ച് പാപങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ പാപ സ്വഭാവവും പാപചിന്തയും ഒക്കെ ഉണ്ട്. സാഹചര്യം വരുമ്പോൾ അത് പത്തി വിടർത്തും എന്ന് മാത്രം. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ പാപ സ്വഭാവം, പാപത്തോടുള്ള ആസക്തി അത് മാറുകയാണ്. പിന്നെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടാകുകയാണ്. അതുപോലെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പണക്കാരനാകണം, മറ്റുള്ളവരെക്കാളും എനിക്ക് കേമനാകണമെന്നുള്ള ഒരു ചിന്തയാണുള്ളത്. യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ പിന്നെ പണക്കാരനാകണമെന്നുള്ള ചിന്തയല്ല, പിന്നെ എങ്ങനെ ആളുകളെ എനിക്ക് സഹായിക്കാൻ പറ്റും, എനിക്കുള്ള സമ്പത്ത് കൊണ്ട് എങ്ങനെ ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കാതെ നിങ്ങൾ അനീതിയെ സ്നേഹിച്ചു. അബദ്ധങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പാപത്തെയും ഒക്കെ നിങ്ങൾ സ്നേഹിച്ചു. അതുകൊണ്ട് എന്നെ വിട്ടു പോവുക, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് പോയത് കൊണ്ടോ അത് കേട്ടതുകൊണ്ടോ ആയില്ല, അതിൽ പങ്കെടുത്തത് കൊണ്ടും ആയില്ല. മറിച്ച് പാപിയെന്ന് സമ്മതിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ സാധിക്കണം. അങ്ങനെ ആയാൽ ആ നിമിഷം നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെടും. നമ്മുടെ ഉള്ളിലേക്ക് ദൈവം വരുന്നതിനാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. ആ ദൈവം നമ്മോട് കൂടെ മാറാത്തവനായിട്ട് മരണം വരെ ഉണ്ടായിരിക്കും. ഇതാണ് സുവിശേഷം. ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.